അപ്പോൾ നമ്മുടെ രാവിലത്തെ ദിവസം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണി കഴിഞ്ഞിട്ടാട്ടോ. ഞാൻ എഴുന്നേറ്റത് 8 മണി കഴിഞ്ഞ്. എന്തോ സംഭവം എന്ന് വെച്ചാൽ 6 മണി കഴിഞ്ഞ് ഞാൻ നല്ല പോലെ ഉറങ്ങി. ഒരു 2 മണിക്കൂറേ ഉറങ്ങിയുള്ളെങ്കിലും അത് നല്ല പോലെ ഞാൻ ഉറങ്ങി. സ്വപ്നമൊക്കെ കണ്ടാണ് ഉറങ്ങിയത്. ലാസ്റ്റ് കൈ എങ്ങാണ്ട് ഇങ്ങനെ വെച്ച് എനിക്ക് കൈവേദന എടുത്തപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ചാച്ച മെറ്റക്കുടിക്ക് വെള്ളം അടിക്കുന്നു. അമ്മ വായനയ്ക്ക് പോയി. 2026 ജനുവരി ഷൂന്ന് പോയി. നോക്ക്, കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ സമയം പോകുന്നത്. 2026 തുടങ്ങിയത് അറിഞ്ഞതുപോലുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രകൃതിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. താഴെ കൊക്കൊക്കെ വന്നിരിപ്പുണ്ട്. അതിനെയൊക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. എഴുന്നേറ്റിട്ട് വേണം എന്തെങ്കിലും പരിപാടി ചെയ്യാനും വേണ്ടി. ചുണ്ട് ഒരുപാട് മാറിയല്ലേ, മൂക്കും ചില ദിവസം മണി ചള്ളിച്ചളങ്ങി എടുക്കാം. അതൊക്കെ സാധാരണമാണ്. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ കഴുത്തേലെ മറ്റേ കറുത്ത ഇതെടുത്ത് കളയാൻ. പാലുണ്ണി, കഴുത്തും മേലും നിറയും പാലുണ്ണി പിടിച്ച് അതെടുത്ത് കളയണം. കഴഞ്ഞി ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് തുണി, സത്യം പറഞ്ഞാൽ ഇന്നലെ രാവിലെ ഞാൻ സോപ്പ് പൊടി മുക്കി വെച്ച തുണി, രാവിലെ അല്ല, അതുകൊണ്ട് അടച്ചു വെച്ചേക്കുന്ന ചാച്ചന് പഴങ്ങഞ്ഞി വിളമ്പി. ഞാൻ കുടിച്ച്. രാവിലെ അല്ല, ഒരു ഉച്ചയ്ക്ക് സോപ്പ് പൊടി മുക്കിയിട്ടതാ. വൈകിട്ട് ഞാൻ വെറുതെ പോയി കഴിവുന്ന കാര്യം. എന്നിട്ടാണെങ്കിൽ രാവിലെ അമ്മ തുണി കഴുകാൻ ചെന്നപ്പോഴാണ് കണ്ടത്. അപ്പം അമ്മയ്ക്ക് സമയമില്ലായിരുന്നു. അമ്മ വിളിച്ചില്ല. കച്ചൻ രാവിലെ ചോറും വെച്ച് മോരും വെച്ച് മീൻകറിയും വെച്ച് ബീട്രൂട്ട് തോരനും ഉണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എൻ്റെയും കൂടെ തുണി കഴുകിയിടാൻ പറയുന്നത് മോശമല്ലേ. അപ്പോൾ ആണെങ്കിൽ പിന്നെ ഞാൻ ഒരു 3 ഡ്രസ്സുണ്ടായിരുന്നു, വീട്ടിലിടുന്ന 3 ഡ്രസ്സും ഒരു പാൻറ്റും ഒക്കെ, അതെല്ലാം പോയി ഹെറ്റി കഴുകി 2 വെള്ളത്തിൽ പിഴിഞ്ഞ് ഇപ്പം കംഫർട്ടിൽ മുക്കിയിട്ടിട്ട് വന്നിരിക്കും. എനിക്കൊണ്ട് പിഴിഞ്ഞിടണം. എനിക്ക് ഈ പന്നച്ചെടുക്കണൊന്നും വേണ്ട. വേണ്ട, കിടക്കുന്നുണ്ടോ പന്നല്? ഈ പന്നല് കിടക്കുന്നത് പാല് കുടിക്കാനാ. ചാച്ചൻ പാല് കാച്ചാൻ വെച്ചു കേട്ടോ. അതിന് ഈ പന്നല് ഇവിടെ കിടന്ന് കരയുന്നു. ഒട്ട് വലുതാന്നോടാ. ചക്ക പഴുത്തെന്ന് തോന്നുന്നു. നിന്റെ തലയിൽ എന്തോ അഴുക്ക? തല മൊത്തം പൊടിയാന്നല്ലോ. എന്തുവാടാ നിന്റെ മേത്ത്? നിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കോ ഈ അഴുക്കും വെച്ചോണ്ട്? ഏടാ, നല്ലൊരു വീട്ടിൽ ആലോചനയായിട്ട് ചെല്ലാൻ പറ്റുമോ നിന്നെ കൊണ്ട്? നിന്റെ മേത്ത മണ്ണ് കണ്ടാ പെണ്ണ് വേണ്ടെന്ന് പറയുമല്ലോ നിന്നെ. ചാച്ചാൻ ബാങ്കിൽ പോവാണ്. അല്ല, ബാങ്കിലല്ല, പോസ്റ്റ് ഓഫീസിൽ പോകണം, റേഷനരി വാങ്ങിക്കണം, പിന്നെന്തുവാ കറണ്ട് ബില്ല് അടയ്ക്കണം, വളം വളം എവിടെ ഇടാനാ? ഓ പാല് വേണോ? പാല് വേണോ? പാല് വേണോ? മീൻ വേണോ? മീൻ മീൻ വേണോ? മീൻ വേണോ? എന്നാ വാ, വാടാ. ഞാൻ മീനെടുക്കാൻ പോട്ടെ അങ്ങോട്ട്. ചാച്ചൻ പോയി എടുക്ക, അവന് വേണ്ടായിരിക്കും. ഇയാൾ അവിടെ പോയി കുത്തിയിരിക്കും കേട്ടോ. എടാ നീ പോളാ, നിന്റെ വാട്ടിന് പോളാ. നമ്മുടെ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം നൈറ്റി തോർത്തൊക്കെ ആയിരിക്കും. നോക്കട്ടെ, ഇങ്ങോട്ട് വന്നേ. മണിയനോട് എടാ പേന, അത് പേനയാ. ഡാഡിക്ക് ഇത്രയും മതി. എന്തെങ്കിലും അസുഖം ഇത്രയും വയ്യാഴിക. ഡാ ഇവനാ മുളങ്കാട്ടിന്നാ കയറി വരുന്നത് ഏത് നേരം. എടാ അവിടെ പട്ടിയുള്ളടാ, നിന്നെ പിടിച്ചോണ്ട് പോട്ടെ. എന്നാ ഇല്ല, വെയിൽ കൊള്ളാൻ പോയി. എല്ലാം അറിയാം കുഞ്ഞിന്. വയറ് നിറഞ്ഞാൽ വെയിൽ കൊള്ളണം എന്നൊക്കെ അറിയാം. ഇയാളെങ്ങനെ കഴിക്കുന്നതെന്ന് അറിയുമ്പോൾ 2 വാ പാല് കുടിക്കും, പിന്നെ ഒന്ന് കുറച്ച് ചോറിന്, വീണ്ടും 2 വാ പാല് കുടിക്കും. കലപ്പുണ്ട്, പക്ഷെ ഉറക്കമാണ്.
അതുകൊണ്ട് അച്ഛൻ വന്ന വലിയ മൈൻഡ് ചെയ്യാത്ത സ്നേഹമുണ്ട്. ആ വരാൻ പോവാട്ടോ. എഴുന്നേക്കുക. അച്ഛൻ വന്നില്ലയോ? അതിനി എത്ര ഉറക്കത്തില്ലാന്നേലും എഴുന്നേക്കും. എടാ അതൊക്കെ വളമാടാ. നിനക്ക് എന്തിനോടാ വളം? പക്കണ്ട. ഞാൻ കാലേ സോക്സ് എടുത്തിട്ടെ. റേഷനരി ഉണ്ടേ അച്ഛാ? എത്രയേ ഉള്ളോ? എടുത്തോണ്ട് വെക്കടാ. നീ ഇല്ലയോടെ ഇതെന്താ വെച്ചാ ഗോതമ്പാട്ടാ? ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. സത്യം പറഞ്ഞാൽ റേഷൻ കടയിലെ ഗോതമ്പ് വാങ്ങി പൊടിക്കുന്നതാ നല്ലേ. ഇനി അച്ഛനെ നോക്കിയിരിക്കുക. ഇനി ഇയാൾ പെരയ്ക്കകത്ത് കയറത്തില്ല. ചക്ക അവിടെ ഭയങ്കര പരിപാടിയായിരുന്നു രാജൻ. എന്താ പതിവില്ലാത്തൊരു വെട്ടം ഫോണിന്. ഞാനാണെങ്കിലേ ഒന്ന് പോയി കിടന്നതാ, പക്ഷെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഇന്ന് കാലിന് നല്ല വേദന. ചെറിയൊന്ന് കണ്ണടയ്ക്ക് വീണ്ടും ചാടി എഴുന്നേക്കും. ചാച്ചാ ചോറ് തരട്ടെ? എന്താ കൊടുക്കുക? ആ നല്ല ചക്കയാട്ടോ. നല്ല മധുരമുണ്ട്. വെള്ളമൊന്നും ഇറങ്ങാത്തോണ്ട് നല്ല മധുരം. ചാച്ചാ എടുത്തോണ്ട് പോയോ? ഇത് ഫുള്ള് എടുത്തിട്ട് ഇത്രയേ ഉള്ളോ? അച്ഛൻ ചക്ക മൊത്തം എടുത്തോ? ഓ ഓ ഇപ്പൊ ചക്ക ഇതൊക്കെയാണ് ഇയാൾക്ക് വേണ്ടത്. ചോറൊന്നും താല്പര്യമില്ല. ഞാനിപ്പോൾ ഈ ചെരുപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ വേദനയ്ക്ക് ഏറ്റവും നല്ലത് പാരകണ്ട ഈ ചെരുപ്പാ. ഇത് ചാച്ചൻ്റെ ചെരുപ്പാ. നല്ല രസമായിടാൻ. കാല് വേദന കുറച്ച് കുറയും ഇതിടുമ്പം. അതുകൊണ്ട് ഇതാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് ചെരുപ്പ്. സോക്സ് എൻ്റെ കാലിലെല്ലാം അങ്ങ് അഴുക്കൊക്കെ കയറുക. പിന്നെ നമ്മുടെ കാന്തികയിൽ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായിരുന്നു. 2-3 ദിവസമായി കാണും. ഞാനപ്പം ഒരു വീഡിയോ എടുത്ത് ഒരുങ്ങിയൊന്നുമില്ല. ഈ നിന്ന കോലത്തിൽ തന്നെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഉറങ്ങണമെന്നുണ്ട്. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. ചൂടെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പുഴുങ്ങുന്ന രീതിയിലുള്ള ചൂട്. അപ്പം ഈ വീഡിയോ ഇട്ടപ്പം തന്നെ നമുക്കൊരു സാരി ഓർഡറായി. ഭയങ്കര സന്തോഷം തോന്നി. 2-3 ദിവസം ഞാൻ ഇങ്ങനെ ഈച്ച അടിച്ചിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയ ദിവസം, പിന്നെ ഞാൻ നമുക്കൊരു കൊളാബുള്ളൊരു ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ കാര്യം അങ്ങ് വിട്ടുപോയി. എടുക്കാണ്ട് ഇരുന്ന് മടി പിടിച്ച് ഉറങ്ങാൻ കിടക്കണമെന്നുമുണ്ട്. എന്നാൽ ചൂടുകൊണ്ട് കിടക്കാനും വയ്യ. ഇത് ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ലിപ് ബാമ. ഇനി മാക്സിമം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കുറയ്ക്കണമെന്ന് വിചാരിക്കുക. ഇടാണ്ട് പക്ഷേ എങ്കിലും ഇടിയൊക്കെ ചെയ്യും. അത് ചുമ്മാ പറയുന്നതാണ്. അടുക്കളയൊന്നും തൂത്ത പോലും ഇല്ല. തൂത്ത് വരാൻ വയ്യായിരുന്നു. ഞങ്ങൾ തുണി കഴുകുക. ഡാഡി തുണി പിഴിയുക. അപ്പം ഞാൻ വെച്ച് കണ്ടംതിട്ടയിലോട്ട് പോയിരിക്കാന്ന്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ പാവം തുണിയെല്ലാം കഴിയുന്നു. ഇത് മൊത്തം എറ്റി കൊടുത്തത് ഞാനാ. പിഴിഞ്ഞിട്ടാ മാത്രം മതി. സുഖമല്ലയോ? ഞാൻ വീഡിയോയിൽ പറയുവാ. രണ്ടടിയൊന്നുമല്ല, നല്ല പോലെ കഴുകിയാ കൊടുക്കുന്നത്. അച്ഛൻ കഴുകിയ തുണി വെളുക്കത്തതേ ഇല്ല. ഈ വീട്ടില് പിന്നെ അച്ഛന്റെ തുണിക്കൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ നാളെ തൊട്ട് ഞാൻ തൊഴിലുറപ്പിന് വിടുക. ഇവിടെ ഇരുത്തുന്നില്ല. കാരണം ഇവിടെ ഇരുന്നാൽ എനിക്കിപ്പോ ഒരു ഹെൽപ്പും ഇല്ല. ചുമ്മാ ഏതോ അപ്പൊ ചേട്ടായി കോട്ടയത്ത് പോയിട്ട് വന്നതാട്ടോ, വർക്കിന്റെ ആവശ്യത്തിന് പോയിട്ട്. അപ്പം വന്നപ്പോൾ എനിക്ക് ഇത് ചീസ് ഗാർലിക് ബൺ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് കഴിച്ചിട്ടില്ല. ഇത് മിച്ചർ, പിന്നെ എന്തൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം എന്തോ ഫ്രീ തരാൻ ഞങ്ങൾ ആരാ? ഡാഡാ നിന്നെ കണ്ട
കൂറപ്പൂച്ചയെ പോലെ ഇരിക്കുന്നു. ഞാൻ ഇതേ കൊടുത്തിട്ട് അവർക്ക് മിനി വെള്ളം ഇട്ട് കൊടുക്കട്ടെ. ആ ഇത്രയും സാധനം വാങ്ങിച്ചിട്ടുണ്ടോ? ഈ പകുതി സാധനം ഞാൻ തിന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല. ഈ ചേട്ടാടെ ഷൂ ഞാൻ കഴുകിയില്ല. കഷ്ടം എന്നും കൊണ്ട് തന്ന ഷൂ ഇതുവരെ കഴുകിയിട്ടില്ല. നാളെ കഴിവില്ലേ, കുളിക്കാൻ പോകുമ്പോൾ കഴിവാ. ചേട്ടാ വെള്ളം എന്തെങ്കിലും വേണോ? ഓറഞ്ച് ജ്യൂസ്. മമ്മി വായന കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. വിളക്കൊരുക്കുന്നു ഡാഡി. വെള്ളമടി മണിയാ ഡാഡി വെള്ളമടിയിലായിരുന്നു. നിങ്ങൾ വെള്ളമടി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. കണ്ടത്തിൽ പോയി മണിയ അപ്പി ഇട്ടിട്ടേ മണ്ണ് മാന്തുവാ. മതിയടാ വൃത്തിയാക്കിയത്. ഇനി വാ. ഞാൻ ഇതുവരെ കുളിച്ചില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം അമ്മയും പതിങ്ങി. ഇനി പോയി കുളിക്കണം. അല്ലെങ്കിൽ ഭയങ്കര ചൂടാ. സ്ലോ മോഷനിൽ വരുന്ന കണ്ടോ? പോട്ടെ മാതിരിക്കേ പോട്ടെ അമ്മ വൈകിട്ട് വരാം. മുള്ള അവിടെ ഇരുന്ന് ഇയാൾ ഓരോ സ്ഥലത്താന്ന് തോന്നുന്നു കുറേശ്ശെ അപ്പിയിട്ട് വരുക. പോവാ, നേരെ അടുക്കളയിൽ പോവാ. ഇനി വെച്ച് കാച്ചി. സത്യമാൻ അച്ഛാ നമുക്ക് ഡൈ അടിക്കാം. നീ പോണേ. എനിക്ക് വൈതാക്കാലത്ത് നരേ ചെയ്യാൻ എനിക്ക് വയ്യ. അവിടെ കണ്ട് പോയി വായിച്ചോണ്ടിരുന്നപ്പോഴേ ആരാണ്ട് പ്രായമുള്ളവൻ്റെ തല കറപ്പിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞ് ഇവിടെ പോയി 10,030 രൂപ കൊടുത്ത് സാധനം വാങ്ങിച്ചോണ്ട് പോയി. ഞാനിവിടെ മേശരിമാരുണ്ടായിരുന്നു. മൈക്കാട്ടിൽ നിൽക്കുമായിരുന്നു ഞാൻ. ആ വെയിലോട് നിന്നടുത്ത് വന്ന് മീശയിലും പറ്റി തലയിലും പറ്റി 5 മിനിറ്റിനകത്ത് കഴുകി കളയേണ്ടത്. അതായിട്ട് 1 മണിക്കൂർ പുറത്തായി. 1 മണിക്കൂറായപ്പോഴത്തേനും ചിരിക്കാൻ വയ്യ. ചൊറിയുന്നു, തലയൊറിയുന്നു, മീശയുടെ അവിടെ ചൊറി. നോക്കിയപ്പോൾ കുട്ടി ഒരിക്കാൻ തുടങ്ങിയാലേ ചെറി ഇവിടെ എല്ലാം ഒരുക്കുക. 3 ദിവസം സെൻറ്റ് ജോസഫ് ആശുപത്രി കിടന്നു. 3,300 രൂപ കയ്യിലേ അങ്ങ് പോയി. പിന്നെ മാറ്റിട്ടില്ല. ഇനി അതേ മൈലാഞ്ചിയിലെ അതും അമോണി ചേരുന്നത്. മൈലാഞ്ചിയുടെ അവിടെ തേച്ച് തരാം ചേട്ടൻ ഒന്ന് കറക്കാൻ. അതിനൊക്കെ എൻ്റെ കറുത്ത തുണി മാറ്റി തലേ കെട്ടിയാൽ പോലെ. പിന്നെ പെണ്ണുമ്പോൾ നമുക്ക് ആ കൂടെ വേണ്ട. നരയ്ക്കുമ്പോൾ നരച്ചോട്ടെ. ആ ശിവൻകുട്ടിയുടെ നര ഇതേക്ക് നരച്ചിട്ടില്ല. അത് പാരമ്പര്യമായിരിക്കും. അച്ഛൻ്റെ നേരത്തെ കുറവാന്നിരിക്കുമായിരുന്നു. പാരമ്പര്യം ഒരു ഫാക്ടറാണ്. അവനെ എല്ലാം കണ്ട സാഹിബിന്റെ കൂട്ടിരിക്കുക. അമ്മ നോക്കട്ടെ ആരാ നല്ല സുഖമെന്ന്. അവിടെ മണി മൊഷടാ കേട്ടോ. കക്കൂസ് ഞങ്ങൾ വന്ന് അടയ്ക്കണോ? ഞങ്ങൾ ഇവിടെ സെലിബ്രിറ്റീസാ. ഞങ്ങളുടെ അച്ഛനായ ഫാൻസ് കൂടുതൽ യൂട്യൂബിൽ. അതുകൊണ്ട് വലിയ മുടയൊന്നും കാണിക്കണ്ട കേട്ടോ. അമ്മയെക്കാളും ഫാൻസ് ഇപ്പൊ അച്ഛനാ. ഇതുപോലെ ഒരു അച്ഛനെ കിട്ടണേ പുണ്യം ചെയ്യണോന്ന്. പണ്ടേ ഒരുപാട് ഗർഭിണി പെണ്ണുങ്ങളെ തടവാൻ പോയിട്ടുണ്ട്. കണ്ടോ സ്പീഡ് കണ്ടു. മാറി ഞാൻ പൈസ തടവാൻ സുഖം എന്റെ രായന്റെ കഴിക്കാൻ. എടി നീ പോയാ എനിക്ക് എന്റെ അച്ഛൻ പരിപാടി തടവാൻ. നേരത്തെ കുണം കണ്ടാല് ശരിയാ, ഒരു നേരത്തെ കുണം കണ്ടാല്. അമ്മ ഇന്നത്തെ മോര് നല്ല മോരായിരുന്നു. അമ്മ കുറാന്നിരുന്ന്. നമ്മുടെ പറയാന്നോ കവറുപാലാന്നോ? സൂപ്പറായിരുന്നു. മോരും തോരനും മീൻകറിയും കൂടെ ഇളക്കി അങ്ങോട്ട് തിന്നാൻ. ഞാൻ തലയെടുത്തുള്ളൂ. കുളിക്കാൻ പോവാൻ ഇരുന്നയാ, പക്ഷെ കുളിച്ചില്ല. അമ്മ അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ അമ്മ ഇമ്മിണി ചമ്മന്തി എനിക്ക് വേണം, ഉണക്കമീനും വേണമെന്ന്. കാരണം എനിക്ക് ബീട്രൂട്ടിൻ്റെ കൂടെ ചമ്മന്തി ഉണക്കമീനും ഭയങ്കര ഇഷ്ടമാണ്. രാജപ്പന് കുളിക്കാൻ, ചാച്ചനും കുളിക്കാൻ പോവാ. ചാച്ചന് ചൂടുവെള്ളം. എടാ പോടാ, എനിക്ക് വയ്യടാ രായ. അതൊരു കണക്കിന് നല്ലല്ലോ. നാളെ ഒരു സമയത്താന്നല്ലേ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. നമുക്ക് പാടില്ല. അമ്മ അതിന്റെ പുറകെ ഇരിക്കുന്ന എന്തു അമ്മേ? ഒഴിക്കാനുണ്ട്, അകത്തിരിപ്പുണ്ട്. ആട്ടയ്ക്ക് എത്ര രൂപയാ?
ആട്ടയ്ക്ക് 135 രൂപ 2 കിലോ. ചാച്ചൻ 17 രൂപയ്ക്ക് 2 ഗോതമ്പ്. 17 രൂപയുടെ ഒരു കവറിന്. അതാ നല്ലത്. ഇവിടെ തന്നെ അത് അവിടുന്ന് കിട്ടിയല്ലോ. എവിടുന്ന്? റേഷൻ കടയിൽ നിന്ന്. സത്യം പറഞ്ഞാലേ നമ്മൾ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് ഉണക്കി പൊടിക്കുന്ന ഏറ്റവും നല്ലത്. ഇതൊക്കെ മൈദയൊക്കെ ചേർക്കുമായിരിക്കും. ഇത് നല്ല ആ. അജ്മീർ ചട്ടിയാട്ടം. ഇവര് അവിടെ പോയി കുത്തിയിരുന്നു. അമ്മ ഇനി ഇരിക്കുന്ന ദിവസം പൂരിയും കിഴങ്ങറിയും വെച്ചേർന്നേ. അമ്മയുള്ള ദിവസം രാവിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി. നിനക്ക് വേണ്ടി ചക്കച്ചോള മാറ്റി വെച്ചിട്ട് എന്റെ പുറകിൽ ശരിയാ, കഷ്ടം. എന്തോ ഉണ്ടേലും തള്ളക്കെന്ന് പറഞ്ഞ് മാറ്റി വെക്കും. എന്നിട്ട് എടി കഴിയടി കഴിയടി എന്ന് പറഞ്ഞ് പുറകെ നടക്കും. അപ്പം തള്ള എന്തേലും പറയും, തള്ളയെ പുറകെ നടന്ന് ഇന്നലെ ഇതുപോലെയായിരുന്നു. ഓ ഇന്നത്തെ ദിവസം ചേട്ടൻ വെള്ളം ചൂടായില്ലേ? കുളിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചോറ് കഴിക്കാം. ചേട്ടനെ ഇന്ന് നല്ല ഇന്നലെ വിളക്കെത്തിച്ചപ്പോഴേ നല്ല സ്വഭാവമാണ് അച്ഛൻ. ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോ അങ്ങ് തെച്ചു. എനിക്ക് വായനക്കാർക്ക് നിങ്ങളോട് വേണ്ടുന്ന കാര്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തുടങ്ങത്തില്ലയോ? അതല്ലേ എനിക്ക് കടി കയറുന്നത്. കരി കയറിയാൽ ഇനി ഏത് പുറഞ്ഞു ഒന്ന് ചൊറിഞ്ഞു കൊടുക്കമ്മേ. വാരിയിലല്ലേ ഇതെന്ന് വെച്ചാ അവിടെ ഇരിക്കട്ടെ. ഓഞ്ഞു വരുന്നതല്ല. 63 വയസ്സുള്ളതിന് എന്തോ അമ്മയെ തെള്ളിയാണോ? 63 വയസ്സുള്ളതിന് എന്തോ മീൻ അമ്മയെ കുറിച്ചാണോ? എന്നാ സൂപ്പർ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി ഉണക്കമീനും. നോക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. അച്ഛൻ്റെ മോനെ അച്ഛൻ വിളിക്കണം. അച്ഛൻ വിളിച്ച് ഒരു 3 വിളിയിൽ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. അവൻ നന്ദിയുള്ളവനാണ്. എനിക്കറിയത്തില്ല. അച്ഛൻ ട്രൈ ചെയ്ത് നോക്ക്. മണിയോ എന്നാ വാ വാ. ഈ ഭാഗത്ത് കാണത്തില്ല. അതാ മണിയോ വാ. മരിച്ചല്ലോ. ആരും അറിഞ്ഞില്ലയോ? പറഞ്ഞില്ലല്ലോ. അയ്യോ ഇപ്പൊ നമ്മളെ വിളിച്ച അച്ഛൻ ഒരു 10 വിളി വിളിക്കണം എങ്കിലും വരും. അച്ഛൻ വിളിച്ച അവനെ പറ്റിക്കരുത്. എന്തേലും ചോറില്ല. ഒരു മീൻ കൊടുത്തേക്കട്ടെ അച്ഛാ. നാടാ നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ 3 ഇരുന്ന് ചോറ് കഴിക്കുന്നത്. അപ്പോൾ ചാച്ചനോട് പുറത്തൊരു ഞൊണ്ട പൊട്ടിക്കാൻ പറഞ്ഞേ. അമ്മ ചോറ് എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു. അങ്ങനെ അമ്മ വന്നിട്ട് പുറവശത്തിരുന്നു. ഞാനും ചാച്ചനും കൂടെ ടി വി കാണുന്നിടത്ത് വരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ചോറ്, ചമ്മന്തി, ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഉണക്കമീനും. ഞാൻ സത്യം പറഞ്ഞാൽ 2 ട്രിപ്പ് ചോറ് കഴിച്ചു. ഈ പാത്രത്തിലെ ഫുള്ള് കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വാങ്ങിച്ച് എൻ്റെ വയറ് പൊട്ടും എന്നുള്ള രീതിയിൽ ഞാൻ ചോറ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരോടെ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ അമ്മ പറഞ്ഞ എന്നും ഇങ്ങനെ കഴിച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ. അപ്പോഴത്തേക്കും മണിസാറ് വന്നു. അച്ഛനാണെങ്കിൽ അവനെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരുത്തണം. അപ്പം ഞാൻ പറഞ്ഞു ചാച്ച തലോണങ്ങിയതാ. അധികം കഴിച്ചു കേട്ടോ. ഞാൻ ആദ്യം ആ തന്ന പ്ലേറ്റ് ഫുള്ള് കഴിച്ചു. അത് കഴിഞ്ഞ് അടുത്ത പ്ലേറ്റ് വാങ്ങിച്ചു. കുറച്ച് നിറഞ്ഞു പോയി. ഇത്രയും കഴിക്കണ്ടായിരുന്നോ എന്നിപ്പം തോന്നുക. ചാച്ചൻ സീരിയൽ കാണുന്നു. അമ്മ അവിടെ ഫോണിൽ പണിയുന്നു. വായനയുടെയൊക്കെ എന്തൊക്കെയോ നോക്കുന്നു. ഞാൻ വന്ന് കിടക്കാനും വേണ്ടി ഇങ്ങോട്ട് ഇരുന്നത്. കാലയിൽ നീരുമുണ്ട്. അത്രയും കഴിക്കണ്ടായിരുന്നു എന്നിപ്പം തോന്നുക. എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഈ മുഖമൊക്കെ ഇങ്ങനെ ആയോ എന്ന് തോന്നും. ഇനി കുറച്ച് നേരം കിടക്കണം. അത് കഴിഞ്ഞ് എനിക്ക് മരുന്ന് കഴിക്കണം. അമ്മ രാത്രിയിലാട്ടോ കുറുക്കുണ്ടാക്കി തരുന്നത്. കുറുക്കില്ലേ അത് ഉണ്ടാക്കി തരും. ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങി ഒരു 10 മണിയായപ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. അപ്പം അപ്പോഴാണ് ഓർത്തെ അയ്യോ കുറുക്ക് കുടിച്ചില്ലല്ലോ, മരുന്ന് കഴിച്ചില്ലല്ലോ എന്നൊക്കെ. അപ്പോഴത്തേക്ക് അമ്മ വന്ന് എന്നെ വിളിച്ച് എഴുന്നേക്ക് മരുന്ന് കഴിക്കാം, കുറുക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം ഞാൻ 2-3 ദിവസം കൊണ്ട് ഒറ്റയ്ക്കാട്ടോ കിടക്കുന്നത്. കാരണം
ഈ കട്ടിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് കുറച്ചെങ്കിലും ഒരു ഉറക്കം വരുന്നത്. അപ്പുറത്ത് എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റത്തില്ല. അമ്മയും അച്ഛനും അപ്പുറത്തും കിടക്കും, കുറച്ചൊരു ഉറക്കം കിട്ടും. പിന്നെ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ലാസ്റ്റ് ആവുന്നതിൻ്റെ തിരിയാനും പിരിയാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ പകൽ ഞാൻ എങ്ങനെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത് ഭയങ്കര അത്ഭുതമാണ്. രക്ഷയില്ലാതെ കൂട്ടുക വന്നുകൊണ്ടിരിക്കുക. ഉറക്കം ഇങ്ങനെ വരുമോ. ഇപ്പോൾ ഉറങ്ങത്തില്ല, ജസ്റ്റ് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. മരുന്നൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അമ്മ എനിക്ക് കുറുക്കൊക്കെ കുറുക്കിക്കൊണ്ട് തന്ന് അത് കുടിച്ച് മരുന്നും കഴിച്ചിട്ട് ഞാൻ കിടക്കും. എനിക്ക് കിടക്കാൻ ഇഷ്ടമല്ല, ഇരുന്നുറങ്ങാമെന്ന് വിചാരിക്കുക. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഓർക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക കേട്ടോ. ഞാൻ എൻ്റെ മരുന്നുകളെ നോക്കിയതാണ്. എനിക്കാണെങ്കിൽ പണ്ടോട്ട് ഈ മരുന്നൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.